Established in 1961, Mar Athanasius College of Engineering, commonly known as MACE, has pioneered engineering education in central Kerala. Managed by the Mar Athanasius College Association and aided by the Government of Kerala, it was the first engineering college in Asia under Christian management. MACE was the first engineering college to be affiliated with Mahatma Gandhi University and is now affiliated with APJ Abdul Kalam Technological University. Over the years, MACE has grown by leaps and bounds, establishing itself as a beacon of technical education. പണ്ടത്തെ പോലെയല്ല, ഒരുപാട് വിപുലീകരിച്ച പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടാണ് ഈ വട്ടം. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതുപോലെ ഈ വട്ടത്തെ കുറച്ചൊരു ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ അലുമിനൈനെ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നു ഈ വർഷത്തെ അലുമിനൈ മീറ്റിൻ്റെ. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമ്മുടെ ഒരു 8-10 കമ്മിറ്റികൾ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ എല്ലാം പ്രയത്നങ്ങളും എല്ലാം ദൈവം അനുഗ്രഹിച്ച് ഒന്ന് വിപുലീകരിച്ച് ഒരു മെമ്മറബിൾ ഡേ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആദ്യത്തെ 2 വർഷം അധികം ആൾക്കാരുമായിട്ടൊരു കോണ്ടാക്ട്സ് ഉണ്ടായില്ല. പിന്നെ 94-ലാണ് നമ്മുടെ മേസ് യു എ അലുമിനി ഫോം ചെയ്യുമ്പോഴത്തേക്കും ആ ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ നിന്നുള്ള മേസ് യു എയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അൺബിലീവബിൾ. ഇപ്പം നമ്മൾ 20 പേര് തുടങ്ങിയ ഒരു അലുമിനി ഇപ്പം നമുക്ക് ഒരു 450 മെമ്പേഴ്സ് അധികം ഉണ്ട്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 750 നമ്പേഴ്സ്. അതാണ് യു എ മേസ് അലുമിനിയുടെ ചരിത്രം. The MACE Alumni Association plays a pivotal role in maintaining the legacy and fostering relationships among past and present students. With 15 active chapters, 12 abroad and 3 in India, the MACE Alumni Association is a vibrant and dynamic network. Today, we celebrate a significant milestone, the 30th anniversary of the MACE Alumni Association in UAE, aptly named Amazing 30. ഞാൻ ബോസ് മാത്യു ജോസ്, MA കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പലാണ്. കോളേജിനെ സംബന്ധിച്ചോളം ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യപ്പെട്ട് തന്നെയാണ്. ഞാൻ പറയുമ്പോൾ കോളേജിൻ്റെ UAE ചാപ്റ്ററിൻ്റെ 30th ആനുവൽ മീറ്റാണ് നടക്കുന്നത്. 30 വർഷക്കാലം കോളേജിലെ അലൂമിനിയം തമ്മിലുള്ള ബന്ധങ്ങൾ, അവരോരോ പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയും അവർ വേണ്ട സമയത്ത് സന്തോഷം കണ്ടെത്തുവാനായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിക്കാറുള്ളത് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ തന്നെയാണ് ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. ഈ വർഷവും 30th ആണ്. അത് വളരെ ഗംഭീരമായി നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് 2 പ്രാവശ്യവും UAE ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ അലുമിനിയം മീറ്റ് നടന്നിരുന്നു. ആ സമയങ്ങൾ അതിലൊരു പ്രാവശ്യം ഞാൻ 2018 or 19 അതിലാണെന്ന് തോന്നുന്നു ഞാൻ വന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ കോളേജിനോട് കാണിക്കുന്ന സ്നേഹം, നിങ്ങളുടെ ജൂനിയേഴ്സിന് കോളേജിൻ്റെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്തു തരുന്ന ഓരോ സർവീസും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കോളേജിന് മുമ്പിലോട്ട് നയിക്കുവാൻ കോളേജും അലൂമിനിയമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹെൽപ്പ്, ഞാൻ പ്രത്യേകിച്ച് പഠന സഹായത്തിന്, ഓരോരോ പ്രോജക്റ്റിന്, ഇതെല്ലാം UAE അലൂമിനി ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിന് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് പ്രതീക്ഷിക്കുന്നു. കോളേജിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ വീണ്ടും നിങ്ങളുടെ സർവീസസ്, നിങ്ങളുടെ ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനും എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു. മേസ് അലുമിനി 1994 ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാനൊരു ഫൗണ്ടർ മെമ്പറാണ്. അന്ന് മുതൽ ആക്റ്റീവായിട്ട് എല്ലാവിധ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. 1990 മുതൽ ഞാനിവിടെ UAEയിലുണ്ട്. ആദ്യത്തെ കമ്മിറ്റി മെമ്പറായിട്ടും അങ്ങനെ പല പൊസിഷനുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ അലുമിനി 30 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് വളരെയേറെ വളർന്നിരിക്കുന്നു. അന്ന് 20 മെമ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത അലുമിനി ഇന്നിപ്പോൾ 500-ന് മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവിധ പരിപാടികളിലും ആക്റ്റീവായിട്ട് നമുക്ക് പങ്കെടുക്കുവാനും എല്ലാവിധ ഭാവങ്ങളും നമ്മുടെ മേസ് അലുമിനിക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. The UAE chapter has been instrumental in supporting the college and its students, providing financial assistance, placements and awards every year. The bond between alumni and the institution is stronger than ever. At the alma mater, the fully fledged MACE Alumni Center
serves as a hub for training, placements, and entrepreneurial ventures. The support from international chapters, including UAE, have been invaluable in these developments. മെയ്സ് അലുമിനി UAE ചാപ്റ്ററിൻ്റെ 30ാം വാർഷികമാണ് ഇന്നിവിടെ ക്രൗൺ പ്ലാസ ദുബൈയിൽ ആഘോഷിക്കുന്നത്. 1994 20 മെമ്പേഴ്സോടുകൂടി അലൈനിൽ തുടങ്ങിയ മീറ്റിങ്ങോടെയാണ് ഇത് തുടങ്ങുന്നത്. ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നത് ഇപ്പോൾ VSSC ഡയറക്ടറായി ഇരിക്കുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ്. ഉണ്ണികൃഷ്ണൻ നായരെ നമ്മുടെ ഗസ്റ്റായിട്ട് കിട്ടിയതിൽ ഇവിടെ എല്ലാവരും അതീവ സന്തോഷവാന്മാരാണ്. UAEയുടെ മെയ്സ് ചാപ്റ്ററിൻ്റെ 30ാം വാർഷികം അതിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്കായിട്ട് എന്നെ ക്ഷണിച്ചതിലും ഇവിടെ വന്നതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും അതോടൊപ്പം തന്നെ കോളേജ് കാലത്തെ ചില സംഭവങ്ങൾ അയവിറക്കാൻ സാധിച്ചതിലും മാത്രമല്ല ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ, അതായത് ഞങ്ങൾ 85-ലാണ് പാസ്സായത്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അതിനു മുമ്പും അതിന് ശേഷമുള്ള പല അലുമിനൈ പല രീതിയിൽ പല ഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ കാണാൻ സാധിക്കുക, അവരുടെ കുടുംബങ്ങളുമായിട്ട് നല്ല സമയം ചെലവഴിക്കുക, അതൊരു വളരെ പ്രത്യേകതയാർന്ന ഒരു സംഭവമായിട്ടും ഒരു അനുഭവമായിട്ടും എനിക്ക് തോന്നുന്നു. വരാനായിട്ട് ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും. എന്നാൽ വന്നു കഴിഞ്ഞപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായി എന്ന് തോന്നുന്നു. We are very happy and thrilled to see all everyone together first time. And this is the first biggest gathering in this event. We have 19 students of 99 batch. ഞങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പിന്നെ ഒരു അലുമിനിയം മീറ്റിൽ ഇത്രയും പേര് ഒന്നിച്ച് കൂടുന്നത്. ഞങ്ങൾ ഏകദേശം 20യുടെ അടുത്ത ആൾക്കാരിവിടെ കൂടിയുണ്ട്. ഞങ്ങളുടെ 25th ആനിവേഴ്സറിയും കൂടിയാണ് ഈ വർഷം. അപ്പോൾ അതിന് എല്ലാവരെയും ഒന്ന് ഫെലിസിറ്റേറ്റ് ചെയ്തു. നല്ല ഇവൻ്റായിരുന്നു. ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ആദ്യം ലിഷിയാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനൊരു ഗ്യാതറിങ് ഗെറ്റ് ടുഗദർ ഉണ്ട്, എല്ലാവരും കൂടെ 99 ബാച്ചിനെ എങ്ങും കാണാറില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി ആദ്യം വരുന്നത് ലിഷിയുടെ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്തു. ആക്ച്വലി എല്ലാവരും കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ വളരെയധികം കോൺടാക്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ്. ഞങ്ങൾ ഇതുപോലെ മെയ്സ് അലൂമിനിയം മീറ്റിൽ പങ്കെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ പലപ്പോഴും പല ഗെറ്റ് ടുഗദേഴ്സും ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ കൂടാറുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് നമ്മളതൊരു എല്ലാവരെയും ഒന്ന് ഇൻഫോം ചെയ്തപ്പോൾ തന്നെ എവരിബഡി വാസ് റെഡി. എല്ലാവരും അവരവരുടെ പാർട്ടിസിപ്പേഷൻ കൺഫേം ചെയ്ത് ഗ്യാതറിങ്ങിലോട്ട് പങ്കെടുക്കുകയാണ് ഉണ്ടായത്. എല്ലാവരും കരുതുന്ന പോലെ ഞങ്ങളൊരു തീരെ കോണ്ടാക്ട്സ് ഇല്ലാത്ത ഒരു ബാച്ച് അല്ല. ഞങ്ങൾ വളരെയധികം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. As we commemorate Amazing 30, we celebrate the spirit of Mace, the friendships forged, the knowledge shared, and the future we continue to build together. മെയ്സ് അലുമിനി എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിയത് 93-ലൊരു ആലോചന യോഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 94-ലാണ് മെയ്സ് അലുമിനി ആദ്യമായിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. അന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ടേൺ ഔട്ടാണ്. ഇപ്പം നമ്മൾ 30 വർഷം കഴിഞ്ഞു. ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ മെയ്സ് അലുമിനി ഒരു കോളേജ് അലുമിനിയുടെ രീതിയിൽ പറയുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ഒരു ഫൗണ്ടർ മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. അന്നുണ്ടായിരുന്ന ആ സീനിയേഴ്സ് അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് വന്നിരിക്കുന്ന ജൂനിയേഴ്സ് എല്ലാം ഒരേ വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് മെയ്സ് അലുമിനിക്ക് ഉണ്ടാവുന്നത്. അത് എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും അലുമിനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഐ എം ടോട്ടലി അഗ്രി വിത്ത് മെയ്സ് അലുമിനി. 30 വർഷം ആഘോഷിക്കുന്നു. ഈ 30 വർഷത്തെ വളർച്ച ഇന്നത്തെ ഈ പ്രോഗ്രാം അത് തെളിയിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാമായിട്ട് നമ്മളതിനെ മാറ്റിയെടുക്കുന്നു. ഇനിയും ഈ വൈബ് മുമ്പോട്ട് പോകുന്നു. മെയ്സ് അലുമിനി ഇനി മെയ്സിൽ നിന്ന് വരുന്ന പാസ് ഔട്ട് ചെയ്ത് ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാർ, UAEയിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ ആ മെയ്സ് അലുമിനിയുടെ വൈബ്, ആ ഒരു ഫീലിങ്സ്, ആ ഒരു ട്രെൻഡ് ഇത് നമുക്ക് ആഘോഷിക്കാൻ മാത്രമല്ല. There are a lot of things to do it in Mace Alumini. Cooperation, friendship, interaction, and in between, helping to get. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
അവിടെയാണ് നമ്മൾ മെയ്സ് അലുമിനിയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പം എല്ലാവിധ സന്തോഷങ്ങളും കൊണ്ടാണ് ഞാൻ 33 വർഷമായിട്ട് ഞാനിവിടെ അബുദാബിയിലുണ്ടെങ്കിലും 30ാം വാർഷികത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ്, പ്രിവിലേജ്ഡ് ആൻഡ് ഹോണേഡ്. 99 അലുമിനി ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ദുബായിൽ വെച്ച്. എനിക്ക് തോന്നുന്നത് 2ാമത്തെ അലുമിനി ആയിരുന്നെന്ന് തോന്നുന്നു. ബാങ്ക് സ്ട്രീറ്റിൽ വെച്ച് ഒരു 30 ആൾ അല്ലെ 40 ആൾ അന്ന് കഷ്ടിയായിരുന്നു വരാറുണ്ടായിരുന്നത്. അവിടുന്ന് തുടങ്ങിയതായിരുന്നു. 99, 2000, 2001 ഈ വർഷങ്ങളിലൊക്കെ വളരെ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങി. ഇന്നത്തെ സീനിയേഴ്സായിട്ടുള്ള ഗിരീഷ് അല്ലെന്നുണ്ടെങ്കിൽ മാത്യു കാവാലം, മോഹൻ ജോസഫ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല. എന്നിരുന്നാലും ഇന്ന് പലരും ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇവരൊക്കെ ഒത്തിരി പ്രയത്നിച്ചാണ് ഇതിവിടം വരെ കൊണ്ടുവന്നത്. ഒരു ചെറിയ സംരംഭമായിരുന്നു. ഞാൻ 2010 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയി. പിന്നെ 2013 ഇവിടെ വന്നു. 2020 വീണ്ടും പോയി, തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ ഇത് വളരെ വലിയൊരു സംരംഭമായിട്ട് വന്ന് വളരെ വലിയൊരു ശക്തിയായി, വളരെ ഒരു കൂട്ടായ്മയായി വളരെ നന്നായിട്ട് നടക്കുന്നത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മേ ബി ഒരു 3-4 വർഷങ്ങൾ കൂടിയാണ് ഞാനിത് അറ്റൻഡ് ചെയ്യുന്നത്. വെരി ഹാപ്പി ടു സീ ഹിയർ, വെരി ഹാപ്പി ടു സീ ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് കിഡ്സ്, ഫാമിലി ആൻഡ് മെയ്സ് അലുമിനി മെമ്പേഴ്സ്, wife and husbands of Mays members joining here, participating here. ഹലോ, ഞാൻ ജോൺ ഇമ്മാനുവൽ, 92 പാസ് ഔട്ട് ആണ്. മെയ്സ് അലുമിനിയുടെ മുൻ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെയുണ്ട്. 94-ൽ ഫസ്റ്റ് മീറ്റിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് മിസ്സായെങ്കിൽ അതിന് ശേഷം എല്ലാ പ്രാവശ്യവും ഞാൻ ഇതിൻ്റെ ഫങ്ഷനിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. വി ആർ സോ ക്ലോസ്. നമ്മുടെ നെറ്റ്വർക്കിംഗ്, പുതിയ ആൾക്കാർക്ക് ജോലി കൊടുക്കൽ, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ വളരെ ആക്റ്റീവാണ്. ഇതിനും പുറത്താണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ആണെങ്കിൽ ക്രിക്കറ്റും മെയ്സിൻ്റെ വളരെ എന്തൂസിയാസത്തോടെ ഞങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. മെയ്സ് ക്രിക്കറ്റ് ടീമിനെയും ഫുട്ബോൾ ടീമിനെയും അതുപോലെ ബാഡ്മിൻ്റൺ ടീം, ഇതെല്ലാം ഞങ്ങളുടെ ഒരു പാഷനാണ്. ഇതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മെയ്സിൻ്റെ 30ാമത്തെ വാർഷിക ആഘോഷമാണ്. 30th ആനുവൽ മീറ്റിംഗ് അമേസിംഗ് 30 എന്ന പ്രോഗ്രാമാണ്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ പോയി. ഇപ്പോൾ ഈ വർഷം മുതൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നെയാണ്. ആ ചുമതല എൻ്റെ ചുമതലയിലാണ്. അപ്പോൾ നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മ്യൂസിക് ക്ലബ്, ഡാൻസ് ക്ലബ് എല്ലാം ഉണ്ട്. നമുക്ക് വൈബ്രൻറ്റ് ഗ്രൂപ്പ് ഓഫ് യങ് കിഡ്സ്, അവരും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള 2 വർഷങ്ങളിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിന് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ. അപ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നതായിരിക്കുന്നു. താങ്ക് യു. ഹലോ, ഞാൻ ഇക്കൊല്ലത്തെ അമേസിംഗ് 30യുടെ കിഡ്സിൻ്റെ പ്രോഗ്രാംസിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഞങ്ങൾക്ക് 3 ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓർഗനൈസ് ചെയ്തത് ഫസ്റ്റ് ഒരു കിഡ്സ് ഫാഷൻ ഷോ, പിന്നെ ഒരു ജൂനിയർ കിഡ്സ് ഡാൻസ്, പിന്നെ ഒരു സീനിയർ കിഡ്സ് ഡാൻസ്. അതിൽ നമ്മൾ 2 ഇയേഴ്സ് തൊട്ട് 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. ടോട്ടൽ 43 കുട്ടികളാണ് മൊത്തത്തിലുണ്ടായിരുന്നത് നമ്മുടെ ഇക്കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതൊരു വളരെ ഡിഫറെൻ്റ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ അമേസിംഗ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പല കുട്ടികളുടെയും ഫസ്റ്റ് ടൈം ഓൺ സ്റ്റേജാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി അവർ വളരെ വളരെ നന്നായിട്ട് ചെയ്തു. നമുക്ക് 19 കുട്ടികളുണ്ടായിരുന്നു ഫാഷൻ ഷോയിൽ. അവർ പലരും മിക്കവരും ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. സീനിയർ കിഡ്സ് മിക്കവരും മുന്നേ ഡാൻസൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ കുട്ടികളാണ്. അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് പോലെ തന്നെയാണ് കളിച്ചത്. ഇന്ന് ഒരുപാട് പേര് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ജൂനിയർ കിഡ്സ് ഫാഷൻ ഷോ കോർഡിനേറ്റ് ചെയ്ത് അനിലയാണ് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ജൂനിയർ കിഡ്സ് ഡാൻസ് കോർഡിനേറ്റ് ചെയ്തത്, അവരുടെ ഫുൾ ട്രെയിൻ ചെയ്തത് മീനു സഞ്ജയാണ്, 2011 ബാച്ച്. ആൻഡ് സീനിയർ കിഡ്സ് ഡാൻസ് ഫുൾ കോർഡിനേഷനും കോറിയോഗ്രഫിയും കംപ്ലീറ്റ് ചെയ്തത് അഞ്ജനയാണ്. അഞ്ജന 2014 ബാച്ച് അശ്വിൻ്റെ വൈഫാണ്. ഇവരുടെ എഫേർട്സും ബാക്കി അതിൻ്റെ കൂടെ ഒരുപാട് പേര് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറഞ്ഞാൽ ഈ 3 ടീച്ചേഴ്സിൻ്റെ പേര് പ്രത്യേകിച്ചും പറയണം. കാരണം അവരുടെ സപ്പോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിനും അവരെ നന്നായിട്ട് മോൾഡ് ചെയ്ത് നല്ലൊരു സ്റ്റേജ് കൊടുത്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്തതിനും. പിന്നെ പേരൻസിൻ്റെ സപ്പോർട്ട്
പിന്നെ ഡെഫിനറ്റ്ലി പാരൻസിൻ്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ട്. ബാക്കി ഒരുപാട് പേര് ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ മെയ്സ് UAE ലേഡീസ് ക്ലബ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. 2 ഇയേഴ്സാണ് ഈ റോള്. ഇത് ആദ്യമായിട്ടാണ് മെയ്സിന് ഇങ്ങനൊരു വിങ് ഉണ്ടാവുന്നത്. ഇതിലൂടെ ഞങ്ങളുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഒരു ലേഡീസ് ട്രിപ്പ്, ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു, എല്ലാവരും അത് കാത്തിരിക്കുന്ന ഒരു ട്രിപ്പാണ്. അത് സാധിച്ചു കൊടുക്കണം. പിന്നെ കുറേ ലേഡീസ് ഇവിടെ മെയ്സിലെ കുറേ ലേഡീസ് ഇതുവരെ അലൂമിനിയിൽ ജോയിൻ ചെയ്യാത്ത കുറേ പേരുണ്ട്. അവരെ ഒന്ന് മെയ്സിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു ഫാമിലി നല്ലൊരു സ്ട്രോങ് ഫാമിലിയാണ്. ഈ ഫാമിലിയിലേക്ക് എല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യണം. അതാണ് ഞങ്ങളുടെ മെയിൻ എയിം. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, വിജയകരമാക്കണം. അതാണ് നമ്മുടെ ലേഡീസ് ക്ലബിൻ്റെ എയിം. എൻ്റെ ഒരു ഫസൽ. ഞാൻ 2007 ഇലക്ട്രിക്കൽ ബാച്ചാണ്. മെയ്സ് അലുമിനി UAEയുടെ കറണ്ട് ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ് ഞാൻ. കഴിഞ്ഞ ഒരു 30 വർഷത്തെ മെയ്സ് അലുമിനി UAEയുടെ വളർച്ച എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതാണ്. ഇന്ന് UAEയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലുമിനികൾ ഒന്നാണ് മെയ്സ് അലുമിനി UAE. കഴിഞ്ഞ 2 വർഷക്കാലമായി മെയ്സ് അലുമിനി UAEയുടെ ആർട്സ്, നമുക്കൊരു ഡാൻസ് ക്ലബ്ബും മ്യൂസിക് ക്ലബ്ബും കിഡ്സ് ആർട്സ് ക്ലബ്ബും ഒക്കെ നമ്മുടെ ഈ ആർട്സ് ക്ലബിൻ്റെ കീഴിൽ തുടങ്ങുകയുണ്ടായി. അതിനുശേഷം മെയ്സ് അലുമിനി UAE അക്കാഫിലും കേരളയിലൊക്കെയുള്ള പ്രകടനങ്ങൾ വളരെ മികച്ചതായിരുന്നു. നമ്മുടെ അലൂമിനിയിൽ ഇത്തരം ഒരു കലാപ്രവർത്തനങ്ങളിലൊരു അവസരം കിട്ടുന്ന കാരണം ഒരുപാട് മെമ്പേഴ്സ് നമ്മുടെ അലൂമിനിയിൽ ജോയിൻ ചെയ്യാൻ ഒരു കാരണമുണ്ടായി. ഈ വർഷവും മെയ്സ് അലൂമിനിയുടെ ഈ ആനുവൽ മീറ്റ് വളരെ സ്പെഷ്യലാണ്. UAEയിൽ നിന്ന് മാത്രമല്ല, GCCയിൽ നിന്നുള്ള മെയ്സ് അലൂമിനിയുടെ പല UAE ചാപ്റ്റേഴ്സും നമ്മളോടുകൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെയ്സിൻ്റെ തന്നെ അഭിമാന താരങ്ങളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ VSSC ഡയറക്ടറാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റ്. കൂടാതെ ഈ ഒരു പ്രത്യേക അവസരത്തിൽ നമ്മളോടുകൂടെ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ആൾസോ സ്പെഷ്യൽ ഗസ്റ്റായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. Hi, my name is Nevin. I am the current treasurer of MEIS UAE Alumni Committee. As we celebrate the 30th anniversary of MEIS UAE Alumni, it gives me immense pleasure to be part of this committee, and it was my honor to serve the committee for the past 2 years. This is more than just an association, it's more like a family to me, and being part of MEIS UAE, it's more like a family rather than just a group of friends. I wish MEIS UAE Alumni more success, and hope more members come in and make this family time more enjoyable. MEIS Alumni UAE was officially formed in 1994. Since then, it has grown to become a cornerstone of the alumni network, fostering connections and providing unwavering support to the alma mater and its community. എൻ്റെ പേര് ജിബിൻ. ഞാൻ 2020 ഇലക്ട്രിക്കൽ ബാച്ച് പാസ് ഔട്ടാണ്. ഞാൻ ഇവിടെ ദുബായിൽ വരുന്നത് 2021 ഞാൻ ഈ ദുബായിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മെയ്സ് അലുമിനിയെ പറ്റി കുറേ കാര്യങ്ങൾ അറിയായിരുന്നു. കാരണം നമ്മളെ കോളേജിനും അതുപോലത്തെ സംസ്കൃതിക്കും തക്ഷകിനൊക്കെ ഫണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ വന്നിരുന്നത് ഈ നമ്മളെ UAE അലുമിനിയിലേക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജയറാമേട്ടൻ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഇവൻറ്റിനെ വിളിച്ചത് നമ്മൾ ഫസ്റ്റത്തെ ആനുവൽ മീറ്റിന് വേണ്ടിയിട്ടായിരുന്നു 2021. അത് എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർ എന്നെ തന്നെ ഫസ്റ്റ് രജിസ്ട്രേഷൻ കമ്മിറ്റിയിൽ എടുക്കുകയും അതുപോലെ തന്നെ ആൾക്കാരെ അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയും അതുപോലെ അവരുടെ ഡെസിഗ്നേഷൻസും അവർ UAEയിൽ എത്രത്തോളം ആസ്പെക്ട്സ് റേഷ്യോസ് അതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരികയും എന്നെ ഒരു മെമ്പറായിട്ട് അവരെന്നെ ഒരു ഫാമിലി ആയിട്ട് ഉള്ളിൽ കൊള്ളുകയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതിനുശേഷം മെയ്സിലുണ്ടായിട്ടുള്ള നമ്മളെ UAE ചാപ്റ്ററിലുണ്ടായിട്ടുള്ള എല്ലാ പരിപാടികളും എന്നെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള എല്ലാ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ഇവൻസിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമ്മളിപ്പോൾ ഈ അലുമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ജസ്റ്റ് കോളേജിൽ കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്നതല്ലാണ്ട് ഒരു ഫാമിലി പോലെ പാമ്പർ ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ ഒരു എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പോഷർ തരാൻ വേണ്ടിയിട്ട് ഈ മെയ്സ് അലുമിനി ചാപ്റ്റർ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മെയ്സ് അലുമിനി ചാപ്റ്റർ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് നൗഷാദ്. ഞാൻ 2007 പാസ് ഔട്ടാണ്. ഞാൻ 2008 തൊട്ട് UAE മെയ്സിൻ്റെ ഒരു മെമ്പറായിരുന്നു, ആക്റ്റീവ് മെമ്പറായിരുന്നു. 2022 സൗദിയിൽ പോകുന്നത് വരെ. അപ്പോൾ ജോബിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൗദിയിൽ പോയി 2022. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനാണ് തിരിച്ചു വരുന്നത് ദുബായിൽ. ഇതിനു വേണ്ടി മാത്രം വന്നതാണ്.
എല്ലാ ഫ്രണ്ട്സിനെയും കാണാനും ഇങ്ങനെ ഒരു മെയ്സിൻ്റെ ഇത്രയും വലിയ 30 ഇയർ പ്രോഗ്രാം കാണാനും. നമ്മുടെ മെയ്സ് അലൂമിനിയുടെ എല്ലാ മെയിൻ ഫങ്ഷൻസ് ഇവൻസിനും വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം അലൂമിനി ആക്ടിവിറ്റീസിൽ ചെറിയ രീതിയിൽ ആക്റ്റീവാണ് സാർ. എൻ്റെ പേര് മുഹമ്മദ് ഷബീൽ. ഞാൻ 2016 ബാച്ചാണ്. 2017 മുതൽ മെയ്സ് അലൂമിനിയുടെ എല്ലാ പരിപാടികളും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാനിപ്പോൾ 13 വർഷമായിട്ട് മെയ്സ് അലൂമിനിയുടെ പരിപാടികൾ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം തൊട്ട് പങ്കെടുത്തത് ക്രോസ് റോഡ്സ് എന്നൊരു പരിപാടിക്കായിരുന്നു. അന്ന് ഞാൻ UAE-ലില്ല, ഞാൻ US-ലായിരുന്നു. എൻ്റെ സുഹൃത്ത് ജിറ്റു ആയിരുന്നു എന്നെ ഈ പരിപാടിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ വളരെ നല്ലൊരു കാര്യം നമ്മുടെ കോളേജിന് വേണ്ടി മെയ്സ് അലൂമിനി ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിങ്സാണ് എനിക്ക് ഉണ്ടായത്. കാരണം നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടി അവരുടെ കരിയർ അഡ്വാൻസിന് വേണ്ടി നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പലപ്പോഴും പല പരിപാടിക്കും ഞാൻ മെയ്സ് അലൂമിനിയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് എല്ലാവർക്കും എല്ലാവരും അറിയാം, എന്തൊരു ഹെൽപ്പിനും വിളിക്കാം. അപ്പോൾ ഇനി മുന്നോട്ട് ഇതുപോലത്തെ പരിപാടികളുമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് മെയ്സ് അലൂമിനിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. I am AP Gangadharan. I was 1985 batch electrical from Mace. I was working in Power Grid Corporation and retired last year as Executive Director of Asset Management Group. So now this is the 30th alumni anniversary of our college. So we are very much excited to join here. In fact, we were always already planned for a trip to Vietnam. It was supposed to start tomorrow, but hearing this alumni meet, we were very much excited, and especially my wife she is Selina. She was very much excited to join all the friends here in Dubai. Hi, I am Selina Gangadharan. I am very much excited to join the alumni meet here, and it's they arranged very nicely here, the alumni meet, and Mace group is always amazing. I'm very happy to join and as a part of their alumni meet. Very happy. Thank you. Celebrating 30 years of innovation, community and vision. Happy Amazing 30.